കായംകുളം പത്തിയൂരിൽ മുൻ ബ്രാഞ്ച് സെക്രട്ടറി അടക്കം 5 പേരാണ്, 5 CPM നേതാക്കളാണ് ഇപ്പം BJPയിലേക്ക് ചേർന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ സന്ദീപ് വാര്യർ കഴിഞ്ഞ ദിവസമൊക്കെ ആരോപിച്ചിരുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് തെളിയിക്കുന്ന സാഹചര്യങ്ങളല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം BJP CPM ഡീലുണ്ട്. BJPക്ക് മാൻ പവർ സപ്ലൈ ചെയ്യുന്നൊരു ഏജൻസി ആയിട്ട് CPM പ്രവർത്തിക്കുന്നു എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും സന്ദീപ് വാര്യർ പറഞ്ഞത് ശരിയാണ്. വാര്യർക്ക് നമോഭാഗം പറയണം. കാരണം CPM BJPയുടെ ഒരു റിക്രൂട്ടിംഗ് ഏജൻസിയായി മാറി എന്നാണ് സന്ദീപ് ആരോപിച്ചത്. അത് ശരിയാണെന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഈ കായംകുളത്ത് പത്തിയൂരിൽ നടന്നിരിക്കുന്നത്. അവിടെ നമുക്കറിയാം, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ബിപിൻ സി ബാബു BJPയിൽ ചേർന്നിട്ട് അധിക ദിവസങ്ങളായില്ല. അദ്ദേഹത്തിന് പുറകെ അവിടെ പത്തിയൂർ 12-ാം വാർഡിൽ പെട്ട ആൾക്കാരാണ്, ബ്രാഞ്ച് സെക്രട്ടറി അടക്കം. അദ്ദേഹത്തിൻ്റെ പേര് രാജൻ എന്നാണ്. രാജൻ കളത്തിൽ അടക്കം 5 നേതാക്കളാണ് രാജിവെച്ച് BJPയിൽ ചേർന്നത്. ഇനിയും അവരുടെ പുറകെ ഒരുപാട് അണികൾ വരും എന്നാണ് പറയപ്പെടുന്നത്. അതവിടെ നിൽക്കട്ടെ, അതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അതിനു മുമ്പ് ഈ ബിപിൻ സി ബാബു വന്നതിന് പുറകെ ഇത്രയും ആൾക്കാർ വരണമെങ്കിൽ സന്ദീപ് പറഞ്ഞത് ശരിയാണ്. അവിടെ എന്തോ ഒരു ഡീലുണ്ട്. ആ ഡീല് CPM തകർന്ന് BJP വളരുന്നു എന്നതിൻ്റെ സൂചനയാണ് ആ ഡീല് നൽകുന്നത്. അത് CPMലെ കുറേ നേതാക്കളും BJPയുമായിട്ടുണ്ടാക്കിയിരിക്കുന്ന ഡീലാണ്. പാർട്ടികൾ തമ്മിലുണ്ടാക്കിയ ഡീലാണ് എന്ന് പറയാൻ പറ്റില്ല. ഒരു പാർട്ടിയും അവരുടെ അണികളെ വേറൊരു പാർട്ടിക്ക് കൊടുത്തൊരു ഡീലുണ്ടാക്കില്ല. പക്ഷേ നേതാക്കൾ പാർട്ടി വിട്ട് ഇങ്ങോട്ട് വരുന്നത് BJP നേതാക്കളുമായിട്ട് സംസാരിച്ച് ധാരണയുണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഇനി ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ഈ പത്തിയൂർ വാർഡിൽ. ആ ഉപതെരഞ്ഞെടുപ്പ് 12-ാം വാർഡിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ആ വാർഡിൽ BJP ജയിക്കും എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം. കാരണം ഇവിടെ ഒരുപാട് പേര് ഈ ബിപിൻ സി ബാബുവിൻ്റെ ഒപ്പം BJPയിലേക്ക് ചേർന്നു. ഇപ്പോൾ CPMന് ഉണ്ടായിരുന്ന വോട്ട് അവിടെ കുറയുകയും BJPക്ക് ഉണ്ടായിരുന്ന വോട്ട് കൂടുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും അവിടെ BJPയും CPMും തമ്മിലാണ് പ്രധാനമായും മത്സരം നടക്കുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും BJPക്ക് അവിടെ വിജയസൂചനയുണ്ട്. ഇനി BJPയുടെ കൂടെ നിന്നാൽ മതി എന്ന് പാർട്ടിക്കാർ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ ചുവടുമാറ്റം. അതിൽ കുറച്ചുകൂടെ വിവരങ്ങൾ പറയാനുണ്ട്. അതായത് പൊതുവേ ആലപ്പുഴ ജില്ലയിൽ, കായംകുളം ആലപ്പുഴ ജില്ലയിൽ വരുന്നതാണ്. ആലപ്പുഴയിലെ ശരിക്കും പറഞ്ഞാൽ തെക്ക് നിന്ന് വരുമ്പോൾ ആലപ്പുഴയുടെ പ്രവേശന കവാടമാണ് കായംകുളം മണ്ഡലം. ആ കായംകുളത്ത് മാത്രമല്ല, ആലപ്പുഴയിലെമ്പാടും യഥാർത്ഥ CPM പ്രവർത്തകർ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. നമുക്കറിയാം, വളരെ മുതിർന്ന നേതാവാണ് G. സുധാകരൻ. അദ്ദേഹത്തിൻ്റെ തന്നെ അവസ്ഥ എന്താണ്? ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിക്ക് ജില്ലാ കമ്മിറ്റിയോട്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് ജില്ലാ സെക്രട്ടേറിയറ്റിനോട് നിർദ്ദേശം വെച്ചു അദ്ദേഹത്തെ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കണം. അപ്പോൾ അവർ പറഞ്ഞല്ല, അദ്ദേഹത്തിന് വയ്യ, സുഖമില്ല എന്നൊക്കെയാണ് ഇവർ മറുപടി പറഞ്ഞത്. എന്ത് സുഖമില്ല? അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് 1/2 കിലോമീറ്റർ അപ്പുറത്തം കണ്ടോ ഈ സമ്മേളനം നടക്കുന്നത്. ആ 1/2 കിലോമീറ്റർ യാത്ര ചെയ്യാൻ സാധിക്കാത്ത വണ്ണമുള്ള ഒരു രോഗവും ഒരു അസുഖവും G. സുധാകരനില്ല. അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്കൊക്കെ ബൈറ്റ് കൊടുത്തു, അല്ലേ? മാധ്യമങ്ങളോട് സംസാരിച്ചു. എന്താ അദ്ദേഹത്തിന് രോഗമുള്ളതായിട്ട് എനിക്കൊന്നും തോന്നിയില്ല കണ്ടിട്ട്. അപ്പോൾ അദ്ദേഹത്തെ മനഃപൂർവ്വം വിളിക്കാതെ ഒഴിവാക്കുകയാണ് ജില്ലാ കമ്മിറ്റി. ഇതിനൊരു കാരണമുണ്ട്. ജില്ലാ കമ്മിറ്റിയിൽ വലിയ തോതിൽ SDPIക്കാർ നുഴഞ്ഞു കയറിയിരിക്കുന്നു എന്നുള്ള ആക്ഷേപം ശക്തമാണ് ആലപ്പുഴയിൽ. സുഡാപ്പികളാണ് ആലപ്പുഴയിലെ CPMനെ നയിക്കുന്നത്, ഭരിക്കുന്നത് എന്ന ആക്ഷേപം സാധാരണ പ്രവർത്തകരുടെ ഇടയിൽ തൊട്ട് ഇത് രാഷ്ട്രീയ എതിരാളികൾ ഉന്നയിക്കും, അതവരുടെ കാര്യം. പക്ഷേ CPMനുള്ളിലെ സാധാരണ താഴെത്തട്ടിലെ ഏരിയ, ലോക്കൽ, ബ്രാഞ്ച് തലങ്ങളിൽ വരെ താഴെത്തട്ടിൽ പ്രവർത്തകരുടെ ഉള്ളിൽ വളരെ വ്യാപകമാണ്. അതായത് ഈ ജില്ലാ കമ്മിറ്റിയെ ഉൾപ്പെടെ നിരവധി ഏരിയ കമ്മിറ്റികളെ, ലോക്കൽ കമ്മിറ്റികളെ ഭരിക്കുന്നതും നിയന്ത്രിക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും SDPIക്കാരാണ്. എന്ന് വെച്ചാൽ ധാരാളം മുസ്ലിങ്ങൾ പാർട്ടിയിലേക്ക് കടന്നു വരികയും അവർ നേതൃസ്ഥാനത്തേക്ക് വരികയും ചെയ്തിരിക്കുന്നു. ഇവരൊക്കെ SDPIക്കാരാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല. പാർട്ടിക്കുള്ളിൽ താഴെത്തട്ടിലുള്ള ആക്ഷേപം ഇതാണ്. അവർ പറയുന്നു ഇവരൊക്കെ സുഡാപ്പികളാണ്, ഈ സുഡാപ്പികളാണ് പാർട്ടിയെ ഇപ്പോൾ ഭരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ളവർക്ക്, G. സുധാകരനെ പോലെയുള്ളവർക്ക്, ബിപിൻ സി ബാബുവിനെ പോലെയുള്ളവർക്ക്, രാജൻ കളത്തിലിനെ പോലെയുള്ളവർക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നത്, അവർ മാറ്റി നിർത്തപ്പെടുന്നത്.
ഇത് ആലപ്പുഴയിലെ CPM-നുള്ളിലെ പൊളിറ്റിക്സാണ്. ആലപ്പുഴയിൽ പണ്ടും വിഭാഗീയത ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഗൗരിയമ്മ പുറത്തു പോയത് അങ്ങനെയാണല്ലോ. VS അച്യുതാനന്ദൻ ഗൗരിയമ്മ പോര് വളരെ ശക്തമായിരുന്നു ആലപ്പുഴയിൽ സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ വേരോട്ടമുള്ള ഒരു സ്ഥലമാണ് ആലപ്പുഴ. ആ ആലപ്പുഴയിൽ ഗൗരിയമ്മ പോയിട്ടും പാർട്ടിക്ക് വലിയ തിരിച്ചടിയൊന്നും നേരിട്ടില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. പാർട്ടി വലിയ തോതിൽ അവിടെ പ്രതിസന്ധി നേരിടുകയാണ്. പാർട്ടിയിലെ ഹിന്ദുക്കളായ സഖാക്കൾ പാർട്ടിയെ വിട്ട് അവരുടെ എക്കാലത്തെയും രാഷ്ട്രീയ എതിരാളിയായ, രാഷ്ട്രീയ ശത്രുവായ BJP-യിലേക്ക് ചേക്കേറുകയാണ്. അപ്പം അത് നിസ്സാര കാരണങ്ങളൊന്നും അല്ല അവരങ്ങനെ കയറുന്നതിന് കാരണം. ഇപ്പോൾ ഈ ബിപിൻ സി ബാബു പോയത് തന്നെ നമ്മൾ അടിവരയിട്ട് വായിക്കേണ്ട ഒരു സംഗതി അതിനകത്തുണ്ട്. ബിപിൻ സി ബാബു SNDP-യുടെ വളരെ സജീവ പ്രവർത്തകനും അതിൻ്റെ നേതാവുമാണ്. വലിയ തോതിൽ SNDP വോട്ട് ആലപ്പുഴയിൽ പാർട്ടിയിൽ നിന്ന്, CPM-ൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് മാറി BJP-യിലേക്ക് വന്നിരിക്കുകയാണ്. ശോഭാ സുരേന്ദ്രൻ അവിടെ പിടിച്ച വോട്ടിൻ്റെ കണക്കെല്ലാം അറിയാമല്ലോ. അവിടെ CPM-നെ തോൽപ്പിച്ചത്, CPM-ൻ്റെ സ്ഥാനാർത്ഥി ആരിഫിനെ തോൽപ്പിച്ചത് BJP പിടിച്ച ഈ വോട്ടാണ്. ഈ CPM പ്രവർത്തകർക്ക് BJP-യിൽ പോകാൻ തോന്നുന്നത് പാർട്ടിക്കിടയിലുള്ള അതൃപ്തിയാണ്. പ്രധാനമായിട്ടും ഈ SDPI അതുപോലുള്ള മതമൗലികവാദ ആശയങ്ങൾ പിന്തുടരുന്ന ആളുകൾ അതിലേക്ക് നുഴഞ്ഞു കയറുന്നതിൻ്റെ ഭാഗമായിട്ടാണെന്നാണോ പറയുന്നത്? തീർച്ചയായിട്ടും അങ്ങനെയാണ് അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ. നമ്മളിത് നമ്മുടെ കയ്യിൽ നിന്നിട്ടൊന്നും പറയുന്നതല്ല. അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ. ഇപ്പോൾ അമ്പലപ്പുഴയിൽ സുധാകരനെ മാറ്റി പകരം മത്സരിച്ച ഈ CJP എന്ന് സന്ദീപ് വാര്യർ ഈ ഇടയിൽ വിളിച്ച് ആക്ഷേപിക്കുന്നുണ്ട്. അതായത് കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി ഓഫ് ഇന്ത്യ. അങ്ങനെ പറയാൻ കഴിയില്ല. അത് സന്ദീപ് ഒരു നമ്മൾ ഈ ചില ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ട്രോളായിട്ട് പറയായിരുന്നു. അതായത് ചുവപ്പ് നരച്ച് കാവ്യാവുന്നു. അത്തരം ഒരു പ്രയോഗമായിട്ട് മാത്രമേ അതിനെ കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു കാര്യം സന്ദീപ് പറഞ്ഞത് ശരിയാണ്. CPM, ഇന്നത്തെ CPM BJP-യിലേക്ക് ഹിന്ദു സഖാക്കളെ റിക്രൂട്ട് ചെയ്യുകയാണ്. ഒന്നാമത്തെ കാര്യം, CPM ഒരു ഹിന്ദു പാർട്ടിയാണെന്ന് പൊതുവെ പരക്കെ ഒരു പറച്ചിലുണ്ട്. പണ്ട് മുതലേ അങ്ങനെയുണ്ട്. അതിലെ പ്രധാനപ്പെട്ട നേതാക്കൾ പല ആളുകൾ, EMS അടക്കം, പിന്നീട് ഇങ്ങോട്ട് AKG ആയിക്കോട്ടെ, കൃഷ്ണപിള്ള ആയിക്കോട്ടെ, ഇവരെല്ലാം ഹിന്ദുക്കളാണ്. മാത്രമല്ല ഹിന്ദുക്കളിലെ ഒരു ഹയർ ക്ലാസ്സിൽ ഉൾപ്പെടുന്ന ആളുകൾ കൂടിയാണ്. അപ്പോൾ അവർ സ്ഥാപിച്ചൊരു പാർട്ടിയാണിത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു സവർണ പശ്ചാത്തലമുണ്ട് CPM-ൽ. അപ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ BJP ആ ഒരു ഇതിനിടയിലുള്ള ഹിന്ദുക്കളെ മുഴുവൻ തങ്ങളുടെ ഭാഗത്തേക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണോ? ഭാവി കേരള രാഷ്ട്രീയം അതാണോ? അങ്ങനെയല്ല. അതിൻ്റെ പശ്ചാത്തലം അങ്ങനെയല്ല. നിങ്ങൾ പറഞ്ഞതുപോലെ കൃഷ്ണപിള്ളയും AKG-യും EMS-ഉം ഒക്കെ ചേർന്ന് രൂപപ്പെടുത്തിയ പാർട്ടിയാണ്. അന്ന് ഒരുപാട് എന്താ പറയുക, ക്രിസ്ത്യൻ വിശ്വാസികളും ഒക്കെ അവരുമൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വർഗീസ് വൈദ്യനെ പോലെയുള്ളവർ, TV തോമസിനെ പോലെയുള്ളവർ ഒക്കെ നമുക്കറിയാം. ഇവരെല്ലാം പാർട്ടിയിലേക്ക് കടന്നു വന്നവരാണ്, പാർട്ടിയെ വളർത്തിയവരാണ്. അന്ന് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾക്ക്, ആശയങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ചും ഹിന്ദുക്കളിലെ പിന്നാക്ക വിഭാഗം, നമ്മളിന്ന് OBC എന്ന് പറയുന്ന ആ വിഭാഗങ്ങൾ, പട്ടികജാതിക്കാർ, പട്ടികവർഗക്കാരൊക്കെ ഈ പാർട്ടിയോട് കൂടുതൽ അടുത്തു. കാരണം അവർക്കൊരു സംരക്ഷണം കിട്ടും, അവർക്കൊരു തണൽ കിട്ടും എന്ന വിചാരത്തിൽ അവർ ഈ പാർട്ടിയോട് കൂടുതൽ അടുത്തു. അവരുടെ ഒരു ശ്രമഫലമായിട്ടും അവരുടെ ഒരു വരവ് വർദ്ധിച്ചതുകൊണ്ടും പാർട്ടി വളർന്നു. അതിനെ നയിക്കാൻ ഒരുപാട് സവർണരായ ആൾക്കാരുണ്ടായിരുന്നു എന്ന് പറയുന്നത് സത്യമാണ്. പക്ഷെ അവർക്കൊക്കെ സവർണ ചിന്താഗതി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അവർക്കൊക്കെ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി ഉണ്ടായിരുന്നു. അങ്ങനെ അവർ വളർത്തിയ പാർട്ടിയാണ്. ഇന്ന് ആ പാർട്ടിയുടെ അവസ്ഥ, ഈ പറയുന്ന അവരൊക്കെ പോയിട്ട് അവിടേക്ക് ഈ ഒരു വല്ലാത്തൊരു ഈ മുസ്ലിം നേതാക്കളുടെ ആധിക്യമുണ്ടായിരിക്കുന്നു. അവർ SDPI ചിന്താഗതി വെച്ചു പുലർത്തുന്നവരാണ് എന്ന ആക്ഷേപം വ്യാപകമാണ്. ഇത് നമ്മൾ പറയുന്നതല്ല, പാർട്ടിക്കാർ താഴെത്തട്ടിൽ പറയുന്നതാണ്. ആലപ്പുഴയിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ ഈ മാറി വരുന്നവർ പറയുന്നതാണ്. അവർ വെറുതെ മാറി വരാൻ വേണ്ടി പറയുന്നവരല്ല. BJP-ക്ക് ഇപ്പോൾ പെട്ടെന്ന് കേരളത്തിൽ അധികാരമോ ഒന്നുമില്ല. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് അവർ അധികാരമുള്ള ഒരു തണലിൽ നിന്ന് അതിനെ എതിർത്തുകൊണ്ട് പുറത്തേക്ക് വരണമെങ്കിൽ കഴിഞ്ഞ ദിവസം തന്നെ സന്ദീപ് വാര്യർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏറെ നാൾ BJP-യിൽ പ്രവർത്തിച്ച് ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ രീതികളൊക്കെ മനസ്സിലാക്കിയ ഒരാളാണ്. കേരളത്തിലെ സ്പോക്സ് പേഴ്സൺ ആയിരുന്നു. അദ്ദേഹം പറയാണ്, മറ്റ് സംസ്ഥാനങ്ങളിൽ, കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ, ഉത്തരേന്ത്യയിലൊന്നും എടുക്കുന്ന ഒരു സ്ട്രാറ്റജി അല്ല കേരളത്തിൽ BJP പയറ്റേണ്ടത്. അപ്പോൾ അത് ശരിക്കും CPM-കാരെ BJP-യിലേക്ക് കൊണ്ടുവരിക എന്നതാണോ പുതിയ സ്ട്രാറ്റജി?
അല്ല, അത് ഇപ്പോൾ സന്ദീപ് വാര്യർ BJP വിട്ടു പോയ ഒരു കണക്കിന് അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയല്ലേ? അല്ല, അതിന്റെ ശരിതെറ്റുകൾ അവിടെ കാരണം വലിയൊരു ശതമാനം ഈ ഹിന്ദുക്കളെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് പറയുന്ന BJP എന്ന് പറയുന്ന പാർട്ടി, പക്ഷേ CPM പോലുള്ള കേരളത്തിൽ ശക്തമായിട്ടുള്ള ഒരു പാർട്ടിക്ക് കൂടുതലും വോട്ട് ബേസ് എന്ന് പറയുന്നത് ഹിന്ദുക്കളാണ്. ആ ഹിന്ദുക്കളെ തങ്ങളെ പക്ഷത്ത് അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയല്ലേ സ്വാഭാവികമായിട്ട് അവർ ചിന്തിക്കുക. സമ്മതിച്ചു, അതവിടെ നിൽക്കട്ടെ. സന്ദീപ് വാര്യർ BJP വിട്ടുപോയ സന്ദീപ് വാര്യർ BJPക്ക് സ്ട്രാറ്റജി ഉപദേശിക്കാൻ വരേണ്ട കാര്യമില്ല. അല്ല, BJP വിട്ടുപോയാലും അദ്ദേഹം പറഞ്ഞ വാക്കിൽ ശരിയുള്ളത് മാത്രമാണ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സന്ദീപ് വാര്യരുടെ ഈ CPM BJPയുടെ റിക്രൂട്ടിംഗ് ഏജൻസി എന്നതിലാണല്ലോ നമ്മൾ തുടങ്ങിയത്. അത് ശരിയാണ്. അത് പക്ഷെ അത് ബോധപൂർവം CPM ചെയ്യുന്നതല്ല, പാർട്ടി നേതൃത്വം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ഈ പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങളും പ്രശ്നങ്ങളും വിഭാഗീയതയും ഈ പറയുന്ന മതപരമായ വേർതിരിവുകളും എല്ലാം പാർട്ടിയെ ഒരു വലിയ പ്രതിസന്ധിയിൽ എത്തിച്ചിരിക്കുകയാണ്. ഇത് പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് വന്നപ്പോൾ തൊട്ട് ന്യൂനപക്ഷങ്ങൾക്ക്, വിശിഷ്യ മുസ്ലിങ്ങൾക്ക് വലിയ സ്ഥാനം കൊടുത്തു പാർട്ടിയിൽ. അവരുടെ വോട്ട് കൂടുതലായിട്ട്, ഡെമോഗ്രഫി ജനസംഖ്യ മാറി വരുന്നത് കണ്ടിട്ട് അവരെ കൂടുതലായിട്ട് സ്വാധീനിക്കാൻ വേണ്ടുന്ന പല വിട്ടുവീഴ്ചകളും നടപടികളും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കൈക്കൊണ്ടു. ഇന്ന് അതിനുള്ള വിലയാണ് പാർട്ടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവരെ സ്വീകരിച്ചപ്പോൾ പാർട്ടിക്കുള്ളിലുണ്ടായിരുന്ന ഈ പറയുന്ന ഹിന്ദു വോട്ട് ബാങ്ക് പാർട്ടിയെ കൈവിടുന്നു. അവർ പാർട്ടിയിൽ നിന്ന് BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, വ്യക്തമാണ്. ഇപ്പോൾ ചില നമ്മുടെ ആളുകൾ പറയാറുള്ളത് ഹിന്ദുക്കൾ മണ്ടന്മാരാണ്, ഹിന്ദുക്കൾ വെറും പൊട്ടന്മാരായതുകൊണ്ടാണ് CPMനോ അല്ലെങ്കിൽ കോൺഗ്രസിനോ വോട്ട് ചെയ്യുന്നത്. പ്രധാനപ്പെട്ടിട്ടും പറയാറുള്ളത് സംഘപരിവാർ അല്ലെങ്കിൽ BJPക്കാരാണ്, എല്ലാവരും അല്ല, ചില ആളുകൾ. അതൊക്കെ രാഷ്ട്രീയ ആക്ഷേപങ്ങൾ മാത്രമാണ്. അതെ. അപ്പം സ്വാഭാവികമായിട്ടും ഞാൻ ചോദിക്കുന്നത്, BJP കേരളത്തിൽ പച്ച പിടിക്കണമെങ്കിൽ ഈ CPMനടക്കമുള്ള ഒരു ഹിന്ദു ബേസിനെ തങ്ങളുടെ പക്ഷത്താക്കുക എന്നുള്ളതല്ലേ അവർ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും അതാണല്ലോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതും. പക്ഷെ എന്തുകൊണ്ട് ആ ഹിന്ദുക്കൾക്ക് BJPയോട് ചേരണം എന്ന് തോന്നില്ല? ഹിന്ദുക്കളെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് BJP. പക്ഷെ കേരളത്തിലുള്ള ബഹുഭൂരിപക്ഷം ഹിന്ദുക്കൾക്കും BJPക്ക് വേണ്ടി വോട്ട് ചെയ്യണം. അതിന് പല കാരണങ്ങളുണ്ട്. അതിന് നമ്മളിപ്പോൾ ആ കാരണങ്ങളിലേക്കല്ല ഞാൻ പോകുന്നത്. ഞാൻ ഈ വിഷയത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ വലിയ തോതിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് പിന്നാക്ക വിഭാഗങ്ങൾ, പട്ടികജാതിക്കാർ ഉൾപ്പെടെ, പട്ടികവർഗക്കാർ ഉൾപ്പെടെ പിന്നാക്ക വിഭാഗങ്ങൾ, OBCക്കാർ, പ്രത്യേകിച്ചും ഈഴവരും വിശ്വകർമ്മജരും ഒക്കെ അടങ്ങുന്ന OBCക്കാർ CPMനെ കൈവിടുന്നു, LDFനെ കൈവിടുന്നു. അവർ ചേക്കേറുന്നത് കോൺഗ്രസിലേക്കല്ല, BJPയിലേക്കാണ്. കാരണം തങ്ങൾക്ക് സംരക്ഷണം കിട്ടുക BJPയിൽ നിന്നാണ്, മോഡിയിൽ നിന്നാണ്, അമിത്ഷായിൽ നിന്നാണ് എന്ന തിരിച്ചറിവോടുകൂടി. നിങ്ങൾ അപ്പോഴും മനസ്സിലാക്കണം, ഞാൻ ഒരു സംസ്ഥാന നേതാവിൻ്റെയും പേര് പറഞ്ഞില്ല. പകരം കേന്ദ്ര നേതാക്കളുടെ പച്ചയിൽ, അവരുടെ തണലിൽ നമുക്കിവിടെ ജീവിക്കാൻ പറ്റും എന്ന വിശ്വാസത്തിലാണ് അവർ വരുന്നത്. പിന്നെ അവർക്ക് മുഴുവൻ സംഘപരിവാറിൽ RSSനോടും അവർക്ക് വലിയ ബഹുമാനം തോന്നുന്നു. അതുകൊണ്ടാണ് ഇന്നലെ വരെ എതിർത്തിരുന്ന RSS ആശയങ്ങളെ ഇന്ന് സ്വീകരിച്ചുകൊണ്ട് അവർ BJPയിലേക്ക് വരുന്നത്. ഇല്ലാതെ അവർ വരില്ലല്ലോ. അവർക്ക് അവരുടെ നിലനിൽപ്പൊക്കെ പ്രശ്നമാണെങ്കിലും ആശയപരമായ വ്യതിയാനവും അവിടെ സംഭവിക്കുകയാണ്. അവരിന്നലെ വരെ എന്തായിരുന്നോ അതിന് വലിയ തടസ്സങ്ങളും വലിയ പ്രതിസന്ധികളും ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അവർ പുതിയൊരു തണൽ തേടി, സംരക്ഷണം തേടി വരുന്നു. അത് BJPയിലേക്കാണ് അവർ വരുന്നത്. ഈശ്വരവിശ്വാസികളായ അത് വളരെ ലളിതമാണ്. ഈശ്വരവിശ്വാസികളായ ഹിന്ദു ആചാരാനുഷ്ഠാനങ്ങൾ പിന്തുടരുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ എണ്ണം വളരെ കൂടുതലാണ് കേരളത്തിൽ. ഇനി പാർട്ടി ഗണപതി ഹോമം നടത്തണ്ട എന്നൊക്കെ പറഞ്ഞാലും ശരി, അവരത് നടത്തും. അവർ ഇപ്പോൾ ഗണപതി ഹോമം വേണ്ടെന്ന് പറഞ്ഞ പാർട്ടിയെ തള്ളിക്കളഞ്ഞ് BJPയിൽ കയറിയിരിക്കുന്നു. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു ചെറിയ കാര്യമല്ല, വലിയ ഷിഫ്റ്റാണ്. തീർച്ചയായിട്ടും അത് BJPക്ക് ഗുണം ചെയ്യുക തന്നെ ചെയ്യും. സന്ദീപ് വാര്യർ പറഞ്ഞതുപോലെ സ്വയം കൃതാനർത്ഥം, തൻ്റെ തന്നെ കുഴപ്പങ്ങൾ കൊണ്ട് CPM BJPയിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്യുന്ന വെറുമൊരു ഏജൻസിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് തെക്കൻ ജില്ലകളിലെങ്കിലും.